നമസ്കാരം. മനുഷ്യരാശിയുടെ പരിണാമ ചരിത്രത്തോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് കൊതുകുകളുടെ ചരിത്രവും. നാം ഇന്ന് കാണുന്ന കൊതുകുകൾ വെറും ശല്യക്കാരല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനെ പിന്തുടരുന്ന ഇരപിടിയന്മാരാണെന്ന വസ്തുതയിലേക്കാണ് പുത്തൻ ശാസ്ത്രീയ പഠനങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കൊതുകുകളുടെ DNA വിശകലനം ചെയ്തുകൊണ്ട് ഗവേഷകർ നടത്തിയ പുതിയ വെളിപ്പെടുത്തലുകൾ പ്രകാരം 1 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപേ കൊതുകുകൾ മനുഷ്യരക്തം രുചിച്ചു തുടങ്ങിയിരുന്നു. ആധുനിക മനുഷ്യൻ്റെ പൂർവികർ ഭൂമിയിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനും എത്രയോ മുൻപ് തന്നെ പ്രകൃതിയിലെ ഈ സൂക്ഷ്മജീവികൾ തങ്ങളുടെ ഭക്ഷണക്രമത്തിൽ വലിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞിരുന്നു എന്നത് അത്ഭുതകരമായ ഒരു അറിവാണ്. കൊതുകുകളുടെ ഈ പരിണാമം പ്രധാനമായും അനോഫിലിസ് ലൂക്കോസ്ഫിറസ് എന്ന ഗ്രൂപ്പിൽപ്പെട്ട കൊതുകുകളെ കേന്ദ്രീകരിച്ചാണ് പഠന വിധേയമാക്കിയത്. ഏകദേശം 2.9 ദശലക്ഷം മുതൽ 1.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടത്തിലാണ് കൊതുകുകൾ ആദ്യമായി മനുഷ്യനെ കടിക്കാൻ തുടങ്ങിയതെന്ന് സയൻറ്റിഫിക് റിപ്പോർട്ട്സ് മാസികയിൽ പ്രസിദ്ധീകരിച്ച പഠനം വ്യക്തമാക്കുന്നു. ആദിമ മനുഷ്യർ മധ്യേഷ്യയിലേക്കും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും കുടിയേറിയ കാലത്താണ് ഈ മാറ്റം സംഭവിച്ചത്. കൊതുകുകൾ അതുവരെ വനങ്ങളിലെ കുരങ്ങുകളെയും മറ്റ് പ്രൈമറ്റുകളെയും മാത്രമായിരുന്നു കടിച്ചിരുന്നത്. എന്നാൽ മനുഷ്യൻ്റെ പൂർവികരായ ഹോമോ ഇറക്ടസുകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ വനങ്ങളിലെ മരത്തലപ്പുകളിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന് മനുഷ്യരക്തം കുടിക്കുവാൻ കൊതുകുകൾ ശീലിച്ചു. മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്ന സവിശേഷമായ ഗന്ധമാണ് കൊതുകുകളെ അവരിലേക്ക് ആകർഷിച്ചത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ സുന്ദാലാൻഡ് എന്നറിയപ്പെടുന്ന പുരാതന കരപ്രദേശമാണ് ഈ മാറ്റത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്നത്തെ മലായ് പെൻസില, ബോർണിയോ, സുമാത്ര തുടങ്ങിയ ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശം അന്ന് വനങ്ങളാൽ സമൃദ്ധമായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ ഹോമോ ഇറക്ടസുകൾ ഈ പ്രദേശത്ത് വലിയ കൂട്ടങ്ങളായി താമസിച്ചിരുന്നുവെന്ന പുരാവസ്തു തെളിവുകളെ ശരിവെക്കുന്നതാണ് കൊതുകുകളുടെ ഈ ജനിതക പഠനവും. മനുഷ്യരുടെ സാന്നിധ്യം ഒരു വലിയ പരിണാമപരമായ മാറ്റത്തിന് വഴിയൊരുക്കി. നിലവിൽ ലോകത്തുള്ള 3600ഓളം കൊതുക് വർഗ്ഗങ്ങളിൽ വെറും 100ഓളം വർഗ്ഗങ്ങൾ മാത്രമാണ് മനുഷ്യനെ കടിക്കുന്നത്. ഇതിൽ മാരകമായ മലേറിയ പടർത്തുന്ന കൊതുകുകൾ വളരെ മുൻപേ തന്നെ മനുഷ്യനെ ലക്ഷ്യമിട്ടിരുന്നു എന്നത് മനുഷ്യ ചരിത്രത്തിലെ ആരോഗ്യപരമായ വെല്ലുവിളികളുടെ പഴക്കം കൂടി നമുക്ക് കാണിച്ചു തരുന്നു. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ സഞ്ചാരപഥങ്ങളെ പിന്തുടർന്ന് പരിണമിച്ചവരാണ് കൊതുകുകൾ. 10 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ ബന്ധം ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മാറി മനുഷ്യനെ മാത്രം ലക്ഷ്യമിടാൻ ഇവ പഠിച്ചെടുത്തത് വലിയൊരു ജൈവപരമായ അതിജീവന തന്ത്രമായിരുന്നു. ആദിമ മനുഷ്യൻ്റെ വികാസത്തെയും കുടിയേറ്റത്തെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുവാൻ കൊതുകുകളുടെ DNA പഠനത്തിന് സാധിച്ചു എന്നതും ശാസ്ത്രലോകത്തിന് വലിയ നേട്ടമാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആധുനിക ലോകത്തും മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി ഈ കൊച്ചു ജീവികൾ നിലനിൽക്കുന്നു എന്നത് പരിണാമത്തിൻ്റെ കൗതുകകരമായ മറ്റൊരു വശമാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.